വീണ്ടും പ്രതിഷേധമാണ്. റോഷിയുടെ റോഷി വീണ്ടും സഭ പുനരാരംഭിച്ചിരിക്കുന്നു. സഭ പുനരാരംഭിക്കുമ്പോൾ സംഘർഷഭരിതമായ സാഹചര്യമാണോ വീണ്ടും? എന്താണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിയോ പ്രതിപക്ഷം? അരുൺകുമാർ, സഭാ നടപടികൾ വീണ്ടും ആരംഭിച്ചപ്പോൾ തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയിരുന്നു. പിന്നീട് പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം കൊടുത്തതോടെയാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയത്. പ്രതിപക്ഷം നേതാവും സ്പീക്കറും തമ്മിൽ ഏറെ നേരം സംവാദം നടന്നു. പിന്നീട് പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. സഭാ നടപടികൾ ബഹിഷ്കരിച്ച് അവർ മുദ്രാവാക്യം വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സഭാ നടപടികൾ സ്തംഭിപ്പിക്കാനുള്ള ശ്രമം പ്രതിപക്ഷം നടത്തി. അത് സഭാ നടപടികൾ തുറന്നു കൊണ്ടുപോകാൻ സ്പീക്കർ തീരുമാനിച്ചു. അങ്ങനെയാണ് പ്രതിപക്ഷം ബഹിഷ്കരിച്ച് പുറത്തേക്ക്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ സംസാരിക്കുന്നുണ്ട്. പ്രതിപക്ഷ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സ്പീക്കർ അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനെതിരെ ആണ് മുഖ്യമന്ത്രി സഭയ്ക്കകത്ത് നേരത്തെ പാർലമെന്ററി കാര്യമന്ത്രിയും ഒപ്പം നിയമമന്ത്രിയും സംസാരിച്ചിരുന്നു. ഒടുവിൽ അത് മുഖ്യമന്ത്രിയിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാരഡി ഗാനം പാടി വാക്കൌട്ട് അതിൽ സഭാ നടപടി ബഹിഷ്കരിച്ച് പുറത്തേക്ക് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്നത്. 2 MLA മാർ അവിടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തുന്നുണ്ട്. ഏതായാലും കടുത്ത പ്രതിഷേധത്തിന്റെ സഭ സാക്ഷ്യം വഹിച്ചു. അത് നാടകീയമായിരുന്നു. സംഘർഷഭരിതമായ സാഹചര്യം സഭയ്ക്കകത്ത് ഉണ്ടായി. ഏതായാലും അതിനൊടുവിൽ ഇപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ സംസാരിക്കുന്നുണ്ട്. പ്രതിപക്ഷ പ്രതിഷേധത്തിനെതിരെയാണ് പിണറായി വിജയൻ സംസാരിക്കുന്നത്. സ്പീക്കറുടെ മുഖം മറച്ച് സ്പീക്കറെ അന്ധനെ പോലെയാക്കിയെന്ന വിമർശനം സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായി. ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. വാച്ച് ആൻഡ് വാർഡർമാരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് SITക്കെതിരായ പ്രതിപക്ഷ ആരോപണത്തെ ഡിവിഷൻ ബെഞ്ച് രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളാണ് നിയമമന്ത്രി സഭയിൽ പറഞ്ഞത്. അത് പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റ അടിയാണ്. ജാമ്യാപേക്ഷ ചെല്ലുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുൻപിലല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മുഖ്യമന്ത്രി P. രാജീവിന്റെ പ്രസംഗത്തെ പിന്തുണച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ച് രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾ അത് ഡിവിഷൻ ബെഞ്ചിന് മുന്നിലാണ്. ശബരിമല ദേവസ്വം ബെഞ്ച് രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾ അതാണ് നിയമമന്ത്രി സഭയിൽ പറഞ്ഞത്. അത് പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റ അടിയാണ്. ജാമ്യാപേക്ഷ ചെല്ലുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മുൻപിലല്ല, അത് സിംഗിൾ ബെഞ്ചിന് മുന്നിലാണ്. ജാമ്യാപേക്ഷകൾ എത്തുന്നത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ മുൻപിലാണെന്ന് പ്രതിപക്ഷത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇപ്പോഴും സഭയിൽ തുടരുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ നൽകുന്നത്. പക്ഷേ ആ മറുപടി മുഖ്യമന്ത്രി നൽകുമ്പോൾ സഭയ്ക്കകത്ത് പ്രതിപക്ഷ അംഗങ്ങളില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭാ ബഹിഷ്കരണം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും സഭയ്ക്ക് പുറത്തേക്ക് മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. പാരഡി ഗാനം ആലപിച്ചുകൊണ്ട് സഭയ്ക്ക് പുറത്തേക്ക് അവർ ഇറങ്ങിയത്. ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രീണനവുമായി കരുതാൻ കഴിയില്ല. ഇതൊക്കെ ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങൾ, അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം പരിശോധിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് അന്വേഷണം നടത്തുന്നത്. സർക്കാരല്ല, കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന കാര്യങ്ങൾ വീണ്ടും നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രീണനമില്ല. അന്വേഷണത്തിൽ ഡിവിഷൻ ബെഞ്ച് പൂർണ്ണ സംതൃപ്തിയാണ്. പ്രേക്ഷകരെ കേൾപ്പിക്കാം. വെബ്കാസ്റ്റിംഗ് അല്പസമയത്തിനുള്ളിൽ പുനരാരംഭിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് നമുക്കൊപ്പം TV പ്രസാദ് കൂടിയുണ്ട്. റോഷി, സിംഗിൾ ബെഞ്ചിന്റെ വിധിയും ഹൈക്കോടതി ബെഞ്ചിന്റെ നിരീക്ഷണവുമെല്ലാം ഈ കാര്യത്തിൽ വ്യത്യസ്തമാണ്. SITയിൽ പൂർണ്ണ സംതൃപ്തി ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് രേഖപ്പെടുത്തുമ്പോൾ സിംഗിൾ ബെഞ്ച്, ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് SITയുടെ പ്രവർത്തനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം പരിശോധിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. അതറിയാത്തയാളായിരിക്കില്ല ബഹുമാനായ സിംഗിൾ ബെഞ്ച് എന്നുകൂടി ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതായത് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ വ്യത്യസ്ത പ്രതികരണങ്ങൾ SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നു. ഡിവിഷൻ ബെഞ്ച് SITയുടെ അന്വേഷണത്തെ ശരിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ സംശയം പ്രകടിപ്പിച്ച് അതൃപ്തി പ്രകടിപ്പിക്കുന്ന സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണത്തെ കൂടി മുഖ്യമന്ത്രി സഭയ്ക്കുള്ളിൽ വിമർശിക്കുകയാണോ? അരുൺകുമാർ, നേരത്തെ ജാമ്യാപേക്ഷ പരിഗണിച്ച സിംഗിൾ ബെഞ്ച്, ബദറുദ്ദീന്റെ അധ്യക്ഷതയുള്ള ആ സിംഗിൾ ബെഞ്ചിന്റെ നടപടി അതാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. ആ പ്രതിപക്ഷം അതിനെ മുഖ്യമന്ത്രി പ്രതിരോധിക്കുന്നത് ഡിവിഷൻ ബെഞ്ചാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്, അതിനെ നിരീക്ഷിക്കുന്നത് ഡിവിഷൻ ബെഞ്ചാണ്. ഇതേക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളത് ഡിവിഷൻ ബെഞ്ചിനാണ്. ഈ കാര്യം അത് സിംഗിൾ ബെഞ്ചിന് കൃത്യമായി അറിയാം. അതൊരു വിമർശനമായി കാണേണ്ടി വരും. അത് സിംഗിൾ ബെഞ്ചിനെതിരെയുള്ള ഒരു വിമർശനമായി കാണേണ്ടി വരും. കാരണം പലപ്പോഴും അന്വേഷണ സംഘത്തെ വിമർശിച്ചതൊക്കെ സിംഗിൾ ബെഞ്ചാണ്. ആ സിംഗിൾ ബെഞ്ച് അല്ല